ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. പാർശ്വവത്കരിക്കപ്പെട്ട വ്യക്തികൾക്ക് ഉപജീവനത്തിനും സംരംഭത്തിനും അവസരമൊരുക്കുന്ന സ്മൈൽ പദ്ധതിയുടെ പ്രാഥമിക നടപടികൾക്ക് കൊച്ചിയിൽ തുടക്കം കുറിച്ചു. സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് സ്മൈൽ. കൊച്ചി നഗരത്തിൽ തെരുവിൽ അന്തിയുറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 300ഓളം പേർ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. കൃത്യമായ തിരിച്ചറിയൽ രേഖകളോ വിലാസമോ ഇല്ലാത്ത ഇവർ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളും നിരവധിയാണ്. അസംഘടിത തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, ഭിക്ഷ യാചിക്കുന്നവർ, മാനസിക ശാരീരിക വൈകല്യമുള്ളവർ, ലഹരിക്ക് അടിമപ്പെട്ടവർ, നാടോടി കച്ചവടക്കാർ എന്നിങ്ങനെ വിവിധ തരത്തിൽ ഉള്ളവരാണ് നഗരത്തിൽ ഇത്തരത്തിൽ തങ്ങുന്നത്. പൊതു ശൗചാലയങ്ങൾ വർദ്ധിച്ചതും സന്നദ്ധ സംഘടനകൾ ഭക്ഷണ വിതരണം നടത്തുന്നതുമൂലം പലരും തെരുവു ജീവിതം തുടരുന്ന അവസ്ഥയാണ്. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മേയർ, സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ട് നഗരത്തിൽ രാത്രികാല ഷെൽട്ടർ സ്ഥാപിച്ച് തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തെരുവിൽ കഴിയുന്നവരുടെ കൃത്യമായ വിവരശേഖരണം ആരംഭിച്ചു. ഇടപ്പള്ളി മുതൽ വൈറ്റില വരെ 12 ഇടങ്ങളിലായി 36 പേരുടെ സർവേ ടീമാണ് പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കിയത്. ഇത്തരത്തിൽ കഴിയുന്ന 109 ആളുകളെ സർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ യാചകവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സമഗ്ര പുനരധിവാസമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സർവേ, തിരിച്ചറിയൽ, മൊബിലൈസേഷൻ, റെസ്ക്യൂ ഷെൽട്ടർ, സമഗ്ര പുനരധിവാസം എന്നിങ്ങനെയാണ് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ. സർവേയിലൂടെ കണ്ടെത്തുന്ന ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ്, വിദ്യാഭ്യാസ നൈപുണ്യ വികസനം, തൊഴിൽ പരിശീലനം, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പാക്കാനും പദ്ധതിയുണ്ട്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഓൺ-ഗ്രിഡ് സൗരോർജ്ജ ഡയറിയായി എറണാകുളം മേഖല ക്ഷീരോത്പാദക സഹകരണ സംഘം മാറി. മിൽമ എറണാകുളം യൂണിയന്റെ തൃപ്പൂണിത്തുറയിൽ സ്ഥാപിച്ച 2 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാടിന് സമർപ്പിച്ചു. ചതുപ്പ് നിലവും കുളവുമായിരുന്ന ഭൂപ്രകൃതി നിലനിർത്തിക്കൊണ്ടാണ് പാനൽ സ്ഥാപിച്ചിരിക്കുന്നത്. 16 കോടി രൂപയാണ് പദ്ധതിയുടെ മുതൽ മുടക്ക്. ഡയറി പ്രോസസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്കീമിൽ നിന്നുള്ള 9.2 കോടി രൂപയുടെ വായ്പയും മേഖലാ യൂണിയന്റെ തനത് ഫണ്ടായ 6.8 കോടി രൂപയും ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഡയറി കോമ്പൗണ്ടിലെ തടാകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 8 kVയുടെ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ, കാർ പോർച്ച് മാതൃകയിൽ സജ്ജീകരിച്ച 102 കിലോവാട്ട് സോളാർ പാനലുകൾ, ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന 1890 കിലോവാട്ട് സോളാർ പാനലുകൾ എന്ന രീതിയിലാണ് സോളാർ പ്ലാന്റ് ക്രമീകരണം. മിൽമയുടെ സൗരോർജ്ജ നിലയം പ്രതിവർഷം 2.9 ദശലക്ഷം യൂണിറ്റുകൾ ഹരിതോർജ്ജം ഉൽപ്പാദിപ്പിക്കും. ഇതിലൂടെ പ്രതിവർഷം 1.94 കോടി രൂപ ഊർജ്ജ ചെലവ് ഇനത്തിൽ ലാഭിക്കാൻ കഴിയും. പ്ലാന്റ് വഴി ഓരോ വർഷവും ഏകദേശം 2400 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് കുറയ്ക്കാനാകും. അനർട്ടാണ് പ്രോജക്റ്റിന്റെ സാങ്കേതിക മേൽനോട്ടം വഹിച്ചത്. തടസ്സമില്ലാത്ത നിരീക്ഷണത്തിനും KSEBക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സ്കാഡ സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ആദ്യ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണു. വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ കായികമേളയിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ എവർ റോളിംഗ് ട്രോഫിക്ക് തിരുവനന്തപുരം അർഹരായി. 1935 പോയിന്റോടെയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത്. ഗെയിംസിലെയും അക്വാറ്റിക്സിലെയും മികച്ച പ്രകടനമാണ് തിരുവനന്തപുരത്തിന് കരുത്തായത്. 848 പോയിന്റോടെ തൃശൂർ 2ാം സ്ഥാനവും 824 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനവും നേടി. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെയും ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഇത്തവണത്തെ കായികമേള വ്യത്യസ്തമാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.